ആ 10 കോടി രൂപ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ഒട്ടും വിശ്വാസമില്ല ഗൗതം. വിശ്വാസം സത്യമാണെന്നുള്ള ഗ്യാരണ്ടി ഒന്നുമില്ലല്ലോ. കഴിയുന്നത്ര പോലീസുകാർ കള്ളനെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നില്ലേ, ഉടനെ തന്നെ കള്ളൻ പിടിക്കപ്പെടുകയും ചെയ്യും. ഡോണ്ട് വെറി. അച്ഛൻ്റെ അവസാന ആഗ്രഹം അനുസരിച്ച് ആ ആശ്രമത്തിന് 5 കോടി രൂപ കൊടുക്കണം. അതെ. നാട്ടിലുള്ള നമ്മുടെ സ്ഥലം വിൽക്കാം. നീ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? നമ്മൾ രണ്ടുപേരും എന്തായാലും ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നവരല്ലേ. അവിടെ എൻ്റെത് നിൻ്റെത് നോക്കിയുണ്ടോ? തൻ്റെ ആണേലും എൻ്റെ ആണേലും അതും നമ്മുടേതല്ലേ. ബൂത്ത് ബംഗ്ലയുടെ അടുത്ത് നിന്ന് കിട്ടിയ തെളിവുകൾ നോക്കുമ്പോൾ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് സർ. എന്തത്? വിശ്വനാഥന്റെ കൊലയാളി വിശ്വനാഥന്റെ വിരൽ മുറിച്ചെടുത്തോണ്ട് പോയെന്നോ? യെസ് സർ. നമുക്ക് കിട്ടിയ പ്രൂഫ്സ് വെച്ച് നോക്കുമ്പോൾ വിശ്വനാഥിന്റെ ബോഡിയിൽ ഒരു ബുള്ളറ്റ് ഉണ്ട്. മണ്ണിൽ വെടിയേറ്റ നിലയിൽ മറ്റൊരു ബുള്ളറ്റും കിട്ടിയിട്ടുണ്ട് സർ. അല്ല വിശ്രുത്, വാട്ട് ഐ ആം തിങ്കിങ് ഈസ് വിശ്വനാഥന്റെ കൊലയാളിക്ക് ആ വിരൽ കൊണ്ട് എന്താ പ്രയോജനം? അതാണ് എനിക്കും മനസ്സിലാവുന്നത് സർ. പക്ഷേ ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്നും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് എവിഡൻസ് കിട്ടിയിട്ടുണ്ട് സർ. വാട്ട്സ് ദാറ്റ്? ഈ കീറിയ 500 നോട്ട് ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്ന് കണ്ടെത്തിയതാണ് സാർ. അവന്തിക, സർ, നിങ്ങളുടെ അച്ഛൻ നൽകിയ 10 കോടിയിൽ ഏതൊക്കെ നോട്ട്സ് ഉണ്ടായിരുന്നു? 2000 രൂപ നോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പകുതി കീറി 500 നോട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ ഹവാല എങ്ങനെ നടന്നിട്ടുണ്ടാവും? ഹവാല ഉണ്ടായിരുന്നെങ്കിൽ ഫിംഗർ കൊണ്ട് എന്ത് ചെയ്യാനാ സർ? ആക്ച്വലി യു ആർ റൈറ്റ് വിശ്രുത്, കാര്യങ്ങൾ വഴിമാറിപ്പോവാണല്ലോ. ഡെഡ് ബോഡിയുടെ 100 മീറ്റർ അടുത്ത് നിന്നും 3 പേര് കുടിച്ചിട്ടുണ്ട് സർ. അവിടെ മദ്യപിച്ചിരുന്ന 3 പേരും ഈ കൊലപാതകവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയണമെങ്കിൽ അവിടെയുള്ള ഗ്ലാസ്സിലെ ഫിംഗർ പ്രിൻസും ആധാരവുമായിട്ട് ലിങ്ക് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഫോട്ടോയും അഡ്രസ്സും അടക്കം നമുക്ക് എല്ലാ ഡീറ്റെയിലും കിട്ടും. ഡു ദാറ്റ് വിശ്രുത്. ഓക്കെ സർ. Come on, pick, pick. ആ ചേട്ടാ. ടാ, നീ എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും വേഗം തന്നെ വീട്ടിലേക്ക് വാ. മനസ്സിലായല്ലോ? ഓക്കെ ചേട്ടാ, ഓക്കെ ഓക്കെ. ഹാപ്പി മോർണിംഗ് സാർ. മോർണിംഗ്. സാറിനെ അർജൻറ്റായിട്ടൊന്ന് കാണാമായിരുന്നു. സാർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ടോ? അത്രയ്ക്ക് അർജന്റാണോ? യെസ് സാർ, അർജൻറ്റാണ് സാർ. സ്റ്റേഷനിലേക്ക് വാ. ഓക്കെ സാർ, ഞാനിപ്പോൾ വരാം. സർ, വിശ്വനാഥിന്റെ ബോഡിയുടെ അടുത്ത് നിന്ന് കിട്ടിയ ആ 3 ഫിംഗർ പ്രിന്റ്സിന്റെ ആളുകളുടെ ഫോട്ടോ ആണ് സർ. ഹാപ്പി മോർണിംഗ് സർ. മോർണിംഗ് ഗൗതം. എന്താ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞേ? സാർ, വിശ്വനാഥ് മർഡർ കേസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലൂ കിട്ടിയിട്ടുണ്ട്. വാട്ട്? ഇത് നോക്കിയേ സാർ, ഇതെൻ്റെ അനിയൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. വിശ്വനാഥൻ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയ ആ നോട്ടിന്റെ പകുതി എടുത്തുകൊണ്ട് വാ. ഓക്കെ സാർ. രണ്ടും മാച്ചാണല്ലോ. ഐ എം സോറി ചേട്ടാ. അച്ഛനും അമ്മയും മരിക്കുന്ന സമയത്ത് നിന്റെ അനിയനെ നീ നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞത് നിനക്ക് വരുന്ന അപകടങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കണമെന്ന് മാത്രമല്ല, നീ കാരണം മറ്റൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അങ്ങനെയാവാൻ ഞാൻ നിനക്ക് വഴി വെച്ച് തരാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്.
ചേട്ടാ. വ്യക്തികളെക്കാൾ വ്യവസ്ഥയും ബന്ധങ്ങളെക്കാൾ ബാധ്യതയുമാണ് വലുതെന്ന് തെളിയിച്ച് കാണിച്ചു. താങ്ക് യു സർ. മോർണിംഗ് സന്തോഷ്. ഗുഡ് മോർണിംഗ് സർ. വിശ്വനാഥിന്റെ ഫോൺ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ? യെസ് സർ. അയാൾ മരിച്ചപ്പോൾ ലാസ്റ്റ് GPS ട്രാക്കർ എവിടെയാ കാണിച്ചതെന്ന് നോക്കിയേ. 1 സെക്കൻഡ് സർ. അയാളുടെ വീടാണ് സർ. വിശ്വനാഥിന്റെ ഫോൺ കറക്റ്റ് 2 മിനിറ്റ്സ് ഓണായി വീണ്ടും സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഓക്കെ സർ. യെസ് സർ, യു ആർ റൈറ്റ്. ഇനി വീണ്ടും ഈ ഫോൺ സ്വിച്ച് ഓൺ ആവുകയാണെങ്കിൽ നീ ഞങ്ങളെ വിളിച്ചറിയിക്കണം. ഷുവർ സർ. താങ്ക്സ്. ഈ വീടിന് ചുറ്റും നല്ലോണം തിരയണം. എന്താ സാർ തേടുന്നത്? വിശ്വനാഥിന്റെ ഫിംഗർ. സാർ? ഉറപ്പായിട്ടും അത് ഇവിടെ തന്നെ കാണും. നല്ലോണം പരിശോധിക്കും. ഓക്കെ സാർ. ഞാൻ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാം സാർ. സാർ, എങ്ങനെയാ ഇത്ര കറക്റ്റായിട്ട് പറഞ്ഞത് സാർ? വിശ്രുത്, സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നിരന്തരമായിട്ട് വീട്ടിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ജ്യോതി അവളുടെ ഫോൺ അന്വേഷിച്ചിട്ടുണ്ടാവും. അവളുടെ ഫോൺ അവിടെ കണ്ടില്ല. അപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി ചാർജിങ്ങിൽ ഇരുന്നത് കണ്ടിട്ട് തൻ്റെ ഫോൺ ഭർത്താവ് എടുത്തു കൊണ്ടുപോയിട്ടുണ്ടാവുമെന്ന് കരുതി വീട്ടിൽ നിന്ന് ജ്യോതിയും പുറത്തു പോയിട്ടുണ്ടാവും. സ്വന്തം ഫോൺ ചാർജിലിട്ടിട്ട് ഭാര്യയുടെ ഫോണും കൊണ്ട് വുഡ് ബംഗ്ലയിലേക്ക് ആരോ കാണാൻ പോയതായിരുന്നു വിശ്വനാഥ്. കാണാൻ പോയവന് വിശ്വനാഥിനെ വെടിവെച്ചിട്ട് വിശ്വനാഥിന്റെ വൈഫിന്റെ ഫോണിൽ ഫോട്ടോസ് എടുത്ത് വാട്സപ്പിൽ അങ്കിൾ എന്ന നമ്പറിലേക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്തു. അപ്പോൾ ആ ഫോട്ടോസ് എന്തിനാ വിശ്വനാഥിന്റെ അച്ഛൻ അയച്ചിട്ടുണ്ടാവുക സാർ? അത് ആ കൊലപാതകം വിശ്വനാഥിന്റെ ഭാര്യയാണ് ചെയ്തതെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി വേറെന്തിനാ? അതിനുശേഷം ആ കൊലയാളി വിശ്വനാഥിന്റെ വീട്ടിലേക്ക് പോയി ഫോണും ഗണ്ണും അവിടെ വെച്ചിട്ടുണ്ടാവും. സിമ്പിൾ. ചാർജിൽ വെച്ചിരുന്ന ഫോൺ ഓൺ ചെയ്ത് ഈ ഫിംഗർ ഉപയോഗിച്ച് ലോക്ക് ഓപ്പൺ ചെയ്ത് എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. വീണ്ടും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വീട് പൂട്ടിയിട്ട് ഈ ഫിംഗർ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് പോയി കാണും. വിശ്വനാഥിന്റെ കൊലയാളി ജ്യോതിയുടെ നേരെ കേസ് ഡൈവേർട്ട് ചെയ്തതുപോലെ തന്നെ നമുക്ക് കിട്ടിയ എവിഡൻസുകൾ വെച്ച് നമ്മൾ ജ്യോതി അറസ്റ്റ് ചെയ്തു. സത്യത്തിൽ ജ്യോതിക്കും ഈ കൊലയ്ക്കും യാതൊരു ബന്ധവും ഇല്ല അല്ലേ സർ? അതങ്ങനെ പറയാൻ കഴിയില്ല വിശ്രുത. ജ്യോതിക്കും ഈ കൊലപാതകം ചെയ്യിപ്പിക്കാൻ പറ്റില്ലോ. ഈസ് പോസിബിൾ. യെസ് സർ, ചാൻസ് ഉണ്ട്. അപ്പോൾ വിശ്വനാഥിനെ കൊന്നവനെ നമ്മൾ ഏകദേശം പിടിക്കാറായോ സർ? വിശ്വനാഥിന്റെ ഫോണിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ അയാളും ഉണ്ട് എന്നാണ് അർത്ഥം. ഡിലീറ്റായ വീഡിയോ നമ്മുടെ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റിന് റിക്കവർ ചെയ്യാൻ പറ്റിയാൽ കുറ്റവാളിയിലേക്കുള്ള നമ്മുടെ ദൂരം കുറയും. സൂപ്പർ സർ.